ഹായ് എവ്രി വൺ, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോണത് നല്ലൊരു മട്ടൻ മസാല സ്പൈസ് മിക്സ് ആണ്. ഇത് മീറ്റ് കറി, മട്ടൻ കറിക്ക് മാത്രമല്ല വെജിറ്റേറിയൻ കറീസിന് പ്രത്യേകിച്ചും കുറച്ച് ചേർക്കണമെങ്കിൽ വളരെ നല്ലൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നു ഒരു ഗ്രീൻ പീസ് മസാല. നല്ല കറിയാണ് കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. അതിലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഈ മട്ടൻ മസാല സ്പൈസ് മിക്സ്. അപ്പോൾ നമുക്ക് വേഗം നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ആവശ്യമുള്ളത് 5 ടേബിൾ സ്പൂൺ മല്ലിക്കുരു, 2.5 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ 1 മുതൽ 1.5 ടീസ്പൂൺ വരെ കറുകപ്പട്ട. ഇത് ചെറിയ കഷ്ണമായിട്ട് ഒടിച്ചെടുക്കണം സിനിമ സ്റ്റിക്ക്, എന്നിട്ടാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ സിനിമൺ ഒട്ടും കൂടി പോകരുത്, അല്ലെങ്കിൽ ഈ സ്പൈസ് മസാലയിൽ അത് പൊങ്ങി നിൽക്കും അതിൻ്റെ ടേസ്റ്റ്. ഇനി 15 പച്ച ഏലക്ക, 15 ഗ്രാമ്പൂ, 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി വേണം കേട്ടോ, പെരുംജീരകം. ഇനി ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്. അപ്പോൾ ഈ സ്പൈസസ് എല്ലാം കൂടി ഒരു ഡ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ പോണേ. എണ്ണ ഒന്നും ഒഴിക്കരുത്. ഒരു 30 സെക്കൻഡ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്ഥിരമായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. സ്പൈസസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. ചെറിയൊരു മണമൊക്കെ വന്ന് തുടങ്ങും. ആ സമയത്ത് 4 വലിയ അല്ലി വെളുത്തുള്ളി നേരിയതായിട്ട് ഒന്ന് സ്ലൈസ് ചെയ്തത് അതും കൂടി ചേർക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് വെളുത്തുള്ളി ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റോളം ഇളക്കുമ്പോൾ ആ വെളുത്തുള്ളിയിൽ നിന്ന് വരുന്ന ആ നനവൊക്കെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ ഇതുപോലെ 1 മിനിറ്റോളം ഒന്ന് വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കണം. അപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർക്കുമ്പോൾ ഇതിൽ തീരെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വെളുത്തുള്ളിയിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒരു കിച്ചൺ പേപ്പറിൽ വെച്ചിട്ട് വെള്ളം വലിഞ്ഞതിന് ശേഷം ഇതിൽ പാനിലേക്ക് ചേർത്താൽ മതി. അതുപോലെ തന്നെ കറിവേപ്പിലയ്ക്കും വെള്ളം പാടില്ല. കറിവേപ്പില ചേർത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റോളം ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. കറിവേപ്പിലയും ഒന്ന് വാടി ഉണങ്ങി വരും. സ്പൈസസിൻ്റെ ചൂട് കൊണ്ട് നമ്മുടെ വെളുത്തുള്ളി നല്ല ഒരു ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ ഇത് ഇനി ആ പാനിൽ തന്നെ വെച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം 4 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറവ് ഉപയോഗിച്ചാൽ മതി. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ചെറിയൊരു മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പൊടിക്കുമ്പോൾ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഈ മസാലപ്പൊടിയിൽ. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു ടൈറ്റ് കുപ്പിയിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ചേർത്തിരിക്കുന്നതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ ആണ് വെക്കാറ്. പുറത്ത് വെച്ചാലും അങ്ങനെ കുഴപ്പമുണ്ടാവാറില്ല, എന്നാലും ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടി ആ നാളിത് ഇരിക്കും. അപ്പോൾ ഗ്രീൻ പീസ് മസാല കറി ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി കണ്ടു നോക്കട്ടോ, അടിപൊളി കറിയാണ്. അതിനും ചേർക്കുന്നുണ്ട്. അതുപോലെ മട്ടൻ മസാല ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മട്ടൻ വഴറ്റണതിൽ അവസാനം ഈ പൊടി കുറച്ച് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ പാകത്തിന് കുറച്ചും കൂടി മല്ലിപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ അതും നല്ല ഒരു ടേസ്റ്റാണ്. ഒരു ചെട്ടിനാട് ഫ്ലേവറൊക്കെ കിട്ടും. ഈ മട്ടൻ മസാലപ്പൊടി ചേർത്ത് ഉണ്ടാക്കുന്ന വേറൊരു വെജിറ്റേറിയൻ കറി ഞാൻ ഉടനെ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ പഴയ വീഡിയോ ഉണ്ട് മീറ്റ് മസാലപ്പൊടി, അതും നല്ലൊരു റെസിപ്പിയാണ്. മുട്ടപ്പൊട്ട്, കൊത്തു പൊറോട്ട, തേങ്ങാപ്പാൽ ചേർത്ത മുട്ട റോസ്റ്റ് അതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് കാണാം. ബൈ.